ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഈ ലോകത്തിൽ ആര് തന്നെ നമുക്ക് സഹായത്തിനുണ്ടായാലും മരണം വരുന്ന സമയത്ത് അവരാരും തന്നെ നമുക്ക് സഹായിയായി ഭവിക്കുകയില്ല. ധാരാളം സമ്പത്ത് നേടി, ധാരാളം സുഹൃത്തുക്കളെ നേടി, ഉയർന്ന സ്ഥാനമാനങ്ങളിൽ എത്തിച്ചേർന്നു, നല്ല ആരോഗ്യമുണ്ട്. എന്നാലും എപ്പോഴാണോ നാം ഈ ശരീരത്തിൽ നിന്നും പോകേണ്ടുന്നത് ആ നിമിഷത്തിൽ നാം പോയേ പറ്റൂ. ആർക്കും നമ്മയൊട്ട് രക്ഷിക്കാനും സാധിക്കുകയില്ല. അതുകൊണ്ടൊരു കവി പറയുകയാണ്, വിത്തം വരുത്തിരുന്നാലും നിന്റെ മിത്രാദിവർഗം അടുത്തിരുന്നാലും മൃത്യു വരുമ്പോൾ തടുക്കാനവർ ശക്തരാകുന്നില്ല സത്യനിക്കാനേ. വിത്തം വരുത്തിരുന്നാലും, സമ്പത്ത് ഒരുപാട് വാരിക്കൂട്ടി വെച്ചാലും, മിത്രാദിവർഗം അടുത്തിരുന്നാലും, മിത്രാദിവർഗം അനവധി ബന്ധുമിത്രാദികൾ തൻ്റെ അടുത്തിരുന്നാലും, വിത്തം വരുത്തിരുന്നാലും നിന്റെ മിത്രാദിവർഗം അടുത്തിരുന്നാലും, നമ്മുടെ മിത്രങ്ങളൊക്കെ ബന്ധുമിത്രാദികളൊക്കെ മക്കളും സാർവരും അടുത്തിരുന്നാലും മൃത്യു വരുമ്പോൾ തടുക്കാനവർ, മരണം വരുന്ന സമയത്തെ തടുത്തു വയ്ക്കാൻ ഈ പറയപ്പെട്ട ഒന്നുകൊണ്ടും സാധിക്കുകയില്ല. സമ്പത്ത് വല്ല കൈക്കൂലിയും കൊടുത്താൽ, മരണദേവന് വല്ല കൈക്കൂലിയും കൊടുത്താൽ മടങ്ങിപ്പോകുമോ? എന്നാൽ ഇവിടെയുള്ള പലർക്കും കുറച്ച് പണം കൊടുത്താൽ അവർ എന്ത് തെറ്റും ചെയ്യാനും തയ്യാറാവും, ഏത് ശുപാർശയ്ക്കും അവർ തയ്യാറാണ്. പക്ഷേ മരണം വരുമ്പോൾ തടുക്കാൻ പണം കൊണ്ടോ ബന്ധുമിത്രാദികളെ കൊണ്ടോ ഒന്നും സാധിക്കുകയില്ല. വിത്തം വരുത്തിരുന്നാലും നിന്റെ മിത്രാദിവർഗം അടുത്തിരുന്നാലും മൃത്യു വരുമ്പോൾ തടുക്കാനവർ ശക്തരാകുന്നില്ല ശക്തി വയ്ക്കാതെ. അതുകൊണ്ട് ഇവയിലൊന്നും നമ്മൾ ആസക്തി വയ്ക്കരുത്. ഇവരൊക്കെ നമുക്ക് ആശ്രയവും അവലംബവുമാണെന്ന് ഒരിക്കലും നമ്മൾ കരുതി വിശ്വസിക്കരുത്. ഇവരൊക്കെ ദേഹരക്ഷയ്ക്ക് അത്യാവശ്യമാണ്. സമ്പത്ത് നമുക്ക് ശരീരത്തിന് സുരക്ഷ നൽകും. പെട്ടെന്നൊരസുഖം വന്നാൽ ആശുപത്രിയിൽ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് സമ്പത്ത് കൂടിയേ കഴിയൂ, ബന്ധുക്കൾ കൂടിയേ കഴിയൂ. കൂടെ നിൽക്കാനും കൊണ്ടുപോകാനും എല്ലാം നമുക്ക് വേണ്ടപ്പെട്ടവർ അത്യാവശ്യമാണ്. പക്ഷേ നമ്മുടെ ജീവനെ ഈ ശരീരത്തിൽ നിന്നും വേർപെടുത്തിയെടുക്കുമ്പോൾ അവിടെ ഒരാൾക്കും റിക്കമെൻഡ് ചെയ്യാനോ ഒരാൾക്കും സഹായിക്കാനോ സാധ്യമല്ല. അവിടെ നമുക്ക് തുണയായിരിക്കുന്നത് സർവേശ്വരൻ മാത്രമാണ്. ഈശ്വരനെ നമ്മൾ തുണയായി പിരിച്ചാൽ മരിക്കാതിരിക്കും എന്നല്ല അതിൻ്റെ അർത്ഥം. മരണം ആർക്കാണ് എന്ന ബോധമുണ്ടായാൽ നമുക്ക് മരണഭയം ഇല്ലാതെയാകും. വാസ്തവത്തിൽ മരണം നമുക്കല്ല, ഈ ദേഹത്തിനാണ്. ദേഹമാണ് ജനിക്കുന്നതും ദേഹമാണ് വളരുന്നതും ദേഹമാണ് തളരുന്നതും ദേഹമാണ് മരിക്കുന്നത്. ഇവിടെ മരണം എന്നത് ഇല്ലാതാവുക എന്നാണ് നാം ധരിച്ചിരിക്കുന്നത്. ഇവിടെ ഒന്നും തന്നെ ഇല്ലാതെയാവുന്നില്ല. പക്ഷേ നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മാറുന്നു എന്ന് മാത്രമേ. നമുക്ക് ഈ സത്യാവസ്ഥ അറിയാത്തതിനാൽ നാം ഇന്ദ്രിയങ്ങളെ കൊണ്ട് കാണപ്പെട്ട ഈ വസ്തുക്കളെ മാത്രം വിശ്വസിച്ച് ഇതിൽ മാത്രം ആസക്തി വെച്ചുകൊണ്ടിരിക്കുന്നു. താൻ ആശ്രയിച്ച വസ്തു നഷ്ടപ്പെടുമ്പോൾ എല്ലാം പോയില്ലേ എന്ന് കരുതി ദുഃഖിതരാവുകയും ചെയ്യുന്നു. ഇതിൽ നിന്ന് നമുക്ക് മോചനം നേടണമെങ്കിൽ എന്താണ് മരണമെന്നും എന്താണ് ജീവിതമെന്നും എന്താണ് സ്ഥൂലമെന്നും എന്താണ് സൂക്ഷ്മമെന്നും ഉള്ള പരമതത്വങ്ങൾ നാം മനസ്സിലാക്കിയിട്ട് അതറിഞ്ഞാൽ നമുക്ക് ഭയം നമ്മിൽ നിന്നും പറന്നകന്നു പോകും. ആ ഭയം നീങ്ങി കിട്ടുകയാണ് നമുക്ക് വേണ്ടത്. അതിന് നാം ആത്മവിദ്യ അഭ്യസിക്കുക മാത്രമേ ഏകപ്പം വഴിയുള്ളൂ. തരത്തി ശോകം ആത്മവിദ്യ. ദുഃഖത്തിൽ നിന്ന് തരണം ചെയ്യണമെങ്കിൽ, ദുഃഖത്തിൽ നിന്ന് നമുക്ക് മോചനം നേടണമെങ്കിൽ ആത്മവിദ്യയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അതിനാൽ ഒരാൾ
മരിച്ചുപോയ ഒരാൾ ജീവിപ്പിച്ചു കൊടുത്തു എന്നിരിക്കട്ടെ. അങ്ങനെ മരിച്ചവരെ മുഴുവൻ ജീവിപ്പിക്കാൻ പറ്റും. ഒരു പ്രാവശ്യമൊക്കെ ഒരാൾ ജീവിച്ചു എന്ന് വിചാരിക്കുക, അയാൾ വീണ്ടും മരിക്കില്ലേ? അപ്പോഴും ജീവിപ്പിക്കാൻ പറ്റുമോ? ഒരിക്കലും. അതിനാൽ മരിച്ചവരെ മരിച്ചാൽ ഉള്ള ഒരു നിയമമാണ് ജനിക്കുക, ജനിച്ചാലുള്ള ഒരു പരമസത്യമാണ് മരണം എന്ന്. ഈ സത്യം മനസ്സിലാക്കിയാൽ നാം ഒക്കെ ജനിച്ചു വന്നതാണെങ്കിൽ മരണം സുനിശ്ചിതമാണ്. ജനനം ഈ ശരീരത്തിനാണെങ്കിൽ വളരുന്നതും തളരുന്നതും എല്ലാം ശരീരമാണ്. അത് നാശോന്മുഖം ആവുക തന്നെ ചെയ്യും. അതിൻ്റെ നാശത്തെ നാം നാശമായി കാണാതെ നമ്മുടെ നാശത്തെ നാം അറിഞ്ഞിരിക്കുന്നു. നമ്മൾ നശിക്കുന്നില്ല, നമ്മൾ ഉണ്ടായതല്ല, നമ്മൾ ഉള്ളതാണ്. ഉള്ളതായ വസ്തുവിന് ഇല്ലാതാവുക എന്ന സ്വഭാവവുമില്ല. ഇതാണ് നാം അറിഞ്ഞിരിക്കേണ്ട പരമതത്വം. ആത്മാവിന് ജനന മരണാദികളില്ല. അതാണ് നമ്മളെന്ന് ബോധിക്കുമ്പോൾ ദേഹം ഉടുപ്പ് പോലെ ഉപേക്ഷിക്കാനും നമുക്ക് സാധിക്കുന്നതാണ്. വിത്തം വരുത്തിരുന്നാലും മിത്രാദിവർഗം അടുത്തിരുന്നാലും മൃത്യു വരുമ്പോൾ തടുക്കാനവർ സക്തരാകുന്നില്ല സത്യവയ്ക്കാനേ.